IT സ്ഥാപനത്തിന്റെ മറവിൽ അന്താരാഷ്ട്ര ലോൺ ആപ്പ് തട്ടിപ്പ്. ശ്രീകാര്യത്ത് 18 ഉത്തരേന്ത്യക്കാർ പിടിയിൽ. IT സ്ഥാപനമെന്ന വ്യാജേന തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിച്ചിരുന്ന അന്താരാഷ്ട്ര ലോൺ ആപ്പ് തട്ടിപ്പ് സംഘത്തെയാണ് കേരള പോലീസ് വലയിലാക്കിയത്. ഈ കോൾ സെന്റർ തട്ടിപ്പിലൂടെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഇവർ നടത്തിയത്. ശ്രീകാര്യം പോങ്ങുംമൂട് ഭാഗത്ത് വാടകയ്ക്കെടുത്ത 4 നില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ശ്രീധർ കോൺവോ ടെക് എന്ന പേരിൽ ഈ വ്യാജ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. തട്ടിപ്പ് സംഘത്തിലുണ്ടായിരുന്ന 18 ഉത്തരേന്ത്യക്കാരെ ഡാൻസ് ഓഫ് സംഘവും ശ്രീകാര്യം പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു. തട്ടിപ്പിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളെ അഹമ്മദാബാദ് വിമാനത്താവളം വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സാഹസികമായി പിടികൂടി. മുഖ്യപ്രതിയായ ആകാശ് ദീപ് ചൌധരിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ ലെൻഡിൽ ജെറ്റിൽ നിന്ന് ചോർത്തിയ വിവരങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകളും ഉപയോഗിച്ച് അമേരിക്കൻ പൗരന്മാരെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. അമേരിക്കൻ പൗരന്മാരെ വിശ്വസിപ്പിക്കാനായി പ്രത്യേക പരിശീലനം ലഭിച്ച ജീവനക്കാർ അമേരിക്കൻ ആക്സന്റിലാണ് സംസാരിച്ചിരുന്നത്. ലോൺ ആപ്പ് പ്രതിനിധികൾ എന്ന വ്യാജേന വിദേശികളെ ബന്ധപ്പെടുകയും പണം നൽകിയില്ലെങ്കിൽ അവരുടെ സിബിൽ സ്കോർ കുറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു ഇവരുടെ രീതി. പരിശോധനയിൽ 50ഓളം കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും മറ്റ് ഡിജിറ്റൽ രേഖകളും പോലീസ് പിടിച്ചെടുത്തു. ഇവയുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാവുകയുള്ളൂ. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ വൻ സൈബർ തട്ടിപ്പ് സംഘം പോലീസിന്റെ വലയിലാകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ശ്രീകാര്യം കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ്, തിരുവനന്തപുരം.